മധ്യപൂർവേഷ്യയെ വീണ്ടും ഒരു ആഗോള യുദ്ധത്തിന്റെ അരികിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇറാൻ സൈനിക സംഘർഷം കടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അമേരിക്ക നടത്തിയ പുതിയ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ പശ്ചിമേഷ്യയിലുടനീളം വൻതോതിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് ഗൾഫ് മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ഇതിന്റെ നേരിട്ടുള്ള ആഘാതമെന്നോണം സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി കുവൈറ്റ് തങ്ങളുടെ വ്യോമപാത പൂർണ്ണമായും അടച്ചുപൂട്ടി. മേഖലയിൽ ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളും വ്യോമാതിർത്തികളിൽ നടക്കുന്ന മിസൈൽ വേട്ടകളും സിവിലിയൻ വിമാനങ്ങളുടെ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണിയാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് കുവൈറ്റ് ഈ അടിയന്തര നടപടി സ്വീകരിച്ചത്. തങ്ങളുടെ വ്യോമപാതയിലുടനീളെ കടന്നു പോകേണ്ടിയിരുന്ന നിരവധി അന്താരാഷ്ട്ര വിമാനങ്ങൾ മറ്റ് സുരക്ഷിത റൂട്ടുകളിലേക്ക് തിരിച്ചുവിട്ടതായാണ് റിപ്പോർട്ടുകൾ. ഈ അപ്രതീക്ഷിത നീക്കം അന്താരാഷ്ട്ര വ്യോമഗതാഗതത്തെയും ഗൾഫ് മേഖലയിലെ യാത്രാ സംവിധാനങ്ങളെയും കടുത്ത ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ യുവ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ഒരേ സമയം ഈ ആക്രമണ പരമ്പരകൾ ആസൂത്രണം ചെയ്തത്. അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഈ രാജ്യങ്ങളുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന സൈനിക കേന്ദ്രങ്ങൾ തകർക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയായിരുന്നു ഇറാന്റെ നീക്കം. ഇതിനൊപ്പം തന്നെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന വിദേശ കപ്പലുകൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. തങ്ങളുടെ ആകാശത്തേക്ക് ഇരച്ചു കയറിയ ഒട്ടനവധി ഡ്രോണുകളെയും മിസൈലുകളെയും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞു നശിപ്പിച്ചതായി കുവൈറ്റ് സൈനിക നേതൃത്വം അവകാശപ്പെടുന്നു. എങ്കിലും അന്തരീക്ഷത്തിൽ വെച്ച് മിസൈലുകൾ തകർക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ വീഴാനുള്ള സാധ്യതയും വരും മണിക്കൂറുകളിൽ കൂടുതൽ മാരകമായ ആയുധങ്ങൾ എത്തിയേക്കാമെന്ന ഭീതിയും കുവൈറ്റിനെ കടുത്ത ജാഗ്രത പാലിക്കാൻ പ്രേരിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉത്തരവിനെ തുടർന്ന് US സൈന്യം ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ വൻ ബോംബാക്രമണമാണ് ഇറാന്റെ ഈ പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം. തങ്ങളുടെ പരമാധികാരത്തിന് നേരെ അമേരിക്ക നടത്തുന്ന കടന്നാക്രമണങ്ങൾക്ക് ഇനി ഒരു ന്യായീകരണവും കേൾക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന നയമാണ് ടെഹ്റാൻ സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളെ തൊട്ടാൽ അമേരിക്കൻ താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന സഖ്യകക്ഷികളും അതിന്റെ വില നൽകേണ്ടി വരുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് ഇറാൻ ഈ നീക്കത്തിലൂടെ നൽകുന്നത്. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ US നാവിക വ്യോമ താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് കുവൈറ്റ്. അതുകൊണ്ട് തന്നെ അമേരിക്കയോടുള്ള പ്രതികാരം തീർക്കാൻ ഇറാൻ തെരഞ്ഞെടുത്ത പ്രധാന യുദ്ധഭൂമിയായി കുവൈറ്റ് മാറിയിരിക്കുന്നു. സ്വന്തം മണ്ണിൽ വിദേശ ശക്തികൾ നടത്തുന്ന ഈ ആധിപത്യ പോരാട്ടത്തിൽ തങ്ങൾ ഇരകളാക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് കുവൈറ്റ് ഭരണകൂടത്തെയും പൗരന്മാരെയും ഒരുപോലെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുകയാണ്. കുവൈറ്റിന് പുറമെ ബഹ്റൈനിലെ US 5ാം ഫ്ലീറ്റിന്റെ കേന്ദ്രങ്ങൾക്ക് നേരെയും ജോർദാനിലെ അതിർത്തി താവളങ്ങൾക്ക് നേരെയും ഇറാന്റെ മിസൈലുകൾ പതിച്ചതായി ഇറാനിയൻ മാധ്യമങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പ്രതിരോധ കവചങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നതെന്നാണ് IRGCയുടെ വാദം. ഈ അവകാശവാദങ്ങൾ പെന്റഗണിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതേസമയം ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തുന്ന സൈനിക നീക്കങ്ങൾ ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമാകും. ഈ പാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുകയോ വാണിജ്യ കപ്പലുകൾ ആക്രമിക്കപ്പെടുകയോ ചെയ്താൽ അത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനിടയാക്കും. ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ അസ്ഥിരപ്പെടുത്താൻ പോന്ന ഒരു സാമ്പത്തിക യുദ്ധത്തിനും ഇറാൻ തുടക്കമിട്ടിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സഖ്യകക്ഷികളുടെ വ്യോമപാതകൾ അടയ്ക്കേണ്ടി വരുന്നത് വലിയൊരു സൈനിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. വ്യോമഗതാഗതം തടസ്സപ്പെടുന്നത് മേഖലയിലെ US സൈനിക നീക്കങ്ങളുടെ ഏകോപനത്തെയും ഇന്ധന വിതരണത്തെയും ദോഷകരമായി ബാധിക്കും. ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കൂടുതൽ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ മേഖലയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വാഷിംഗ്ടൺ. ഈ സാഹചര്യത്തിൽ സാധാരണക്കാരായ പ്രവാസികളും കടുത്ത ആശങ്കയിലാണ്. കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് വിദേശ തൊഴിലാളികളാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. വ്യോമപാതകൾ അടച്ചതും യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്നതും തങ്ങളുടെ സുരക്ഷിതത്വത്തെയും തൊഴിലിനെയും ബാധിക്കുമോ എന്ന ഭയം പ്രവാസി സമൂഹങ്ങൾക്കിടയിൽ പടർന്നിട്ടുണ്ട്. പല രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി. നയതന്ത്ര ചർച്ചകളിലൂടെയോ സമാധാന ശ്രമങ്ങളിലൂടെയോ പരിഹരിക്കാൻ കഴിയാത്ത വിധം ഇരുപക്ഷവും കടുത്ത വാശിയിലാണ് മുന്നോട്ടു പോകുന്നത്. അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങളെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ തങ്ങളുടെ താവളങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ഓരോ നീക്കത്തിനും അതിശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് US നൽകുന്ന മുന്നറിയിപ്പ്.
ഈ കടുത്ത നിലപാടുകൾ സമാധാനത്തിന്റെ എല്ലാ വാതിലുകളും അടച്ചു കളയുന്നു. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഈ വിഷയത്തിൽ ഉടനടി ഇടപെടണമെന്ന് വിവിധ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചാൽ അത് സമ്പൂർണ്ണ പ്രാദേശിക യുദ്ധമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മേഖലയിലെ സമാധാനം തകരുന്നത് ആഗോള സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ്. വരും മണിക്കൂറുകൾ കുവൈറ്റിന്റെയും മിഡിൽ ഈസ്റ്റിന്റെയും ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും. അമേരിക്കൻ സൈനിക നേതൃത്വവും കുവൈറ്റ് ഭരണകൂടവും അടിയന്തര യോഗങ്ങൾ ചേർന്ന് സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. തങ്ങളുടെ വ്യോമപാത എന്ന് തുറക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ കുവൈറ്റിന് ഇപ്പോഴും കൃത്യമായ ഉറപ്പില്ല. അമേരിക്കൻ പ്രകോപനത്തിന് മറുപടിയായി ഇറാൻ അഴിച്ചുവിട്ട മിസൈൽ കൊടുങ്കാറ്റ് ഗൾഫ് മേഖലയെ പൂർണ്ണമായും നിശ്ചലമാക്കിയിരിക്കുകയാണ്. കുവൈറ്റ് തങ്ങളുടെ ആകാശം അടച്ചുപൂട്ടിയ സംഭവം യുദ്ധത്തിന്റെ ക്രൂരത എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്നത് സമാധാനത്തിന്റെ വാക്കുകളല്ല, മറിച്ച് യുദ്ധത്തിന്റെ ഭീതിപ്പെടുത്തുന്ന കാഹളം മാത്രമാണ്.